ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ വെച്ച് തുടക്കത്തിൽ നല്ല സൗഹൃദം പുലർത്തിയവരായിരുന്നു അർജുൻ ശ്യാമും ജാൻമണിദാസും. എന്നാൽ പിന്നീട് ഈ സൗഹൃദത്തിൽ വിള്ളലുണ്ടായി. ജാൻമണിയുടെ അതിവൈകാരിക പ്രതികരണങ്ങളിലും ചില സംഭവങ്ങൾക്കിടയിൽ ബോധം കെട്ടി വീണതിലുമെല്ലാം അർജുൻ സംശയം പ്രകടിപ്പിച്ചതിന് പിന്നാലെയായിരുന്നു ഇത്. ഹൗസിൽ നിന്നും പുറത്തായതിനു പിന്നാലെ ജാൻമണി കടുത്ത ആരോപണവുമായിരുന്നു അർജുനെതിരെ ഉന്നയിച്ചത്. അർജുൻ തൻ്റെ ബോയ് ഫ്രണ്ടായിരുന്നു എന്ന് ജാൻമണി പറയുന്ന ഓഡിയോ സോഷ്യൽ മീഡിയയിൽ ആ സമയം വൈറലായിരുന്നു. ഇതോടെ അർജുനെതിരെ വലിയ ഡീഗ്രേഡിംഗ് ആണ് നടന്നത്. ഷോ കഴിഞ്ഞ് ഇതുവരെയും ഈ വിവാദത്തോട് അർജുൻ പ്രതികരിച്ചിട്ടില്ല. എന്നാൽ ജാൻമണിയുടെ ആരോപണത്തിന് പിന്നാലെ താൻ അവരെ ബന്ധപ്പെട്ടിരുന്നുവെന്ന് പറയുകയാണ് അർജുൻ്റെ സഹോദരി അശ്വിനി രാജീവ്. വൺ ഇന്ത്യ മലയാളത്തോടാണ് അശ്വിനിയുടെ പ്രതികരണം. അശ്വിനിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ജാൻമണിയെ ഞാൻ വിളിച്ചിരുന്നു. ചോദിച്ചപ്പോൾ പറഞ്ഞത് പുറത്തു ഞങ്ങൾ നല്ല സൗഹൃദത്തിലായിരുന്നു, പക്ഷേ അകത്തു പോയപ്പോൾ ഞാനത് കണ്ടില്ലെന്നാണ്. അതുകൊണ്ട് വെറുതെ പറഞ്ഞതാണെന്നും പിന്നെ ഞങ്ങൾ അതിൽ വലിയ ശ്രദ്ധ കൊടുത്തില്ല. ഓരോരുത്തരും അവരവരുടെ ക്വാളിറ്റി കാണിക്കുന്നു, മറ്റുള്ളവരെ ഡീഗ്രേഡ് ചെയ്യും. ഇല്ലാത്ത കാര്യം നമ്മൾക്ക് എത്രത്തോളം തെളിയിക്കാൻ പറ്റും? അവർ അവരുടെ ക്വാളിറ്റി കാണിക്കും, നമ്മൾ നമ്മുടെ ക്വാളിറ്റിയും, അശ്വിനി പറഞ്ഞു. സീസൺ 6 മത്സരാർത്ഥിയായ ജാസ്മിനെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങളിലും അശ്വിനി പ്രതികരിച്ചു. ജാസ്മിനെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങൾ വിവരമില്ലായ്മയുടെ ഭാഗമാണ്. ആ കുട്ടിയുടെ പ്രായം വെച്ച് നോക്കുമ്പോൾ അവൾ കാണിക്കുന്നതിൽ തെറ്റില്ല. അവളെ വ്യക്തിപരമായി അറിയുന്നത് കൊണ്ട് പറയുകയാണ്. അവൾ ഒരു പാവമാണ്. ഇതൊക്കെ ഒരു ഗെയിം അല്ലേ? അവർക്കപ്പോൾ മനസ്സിലെന്താണ് തോന്നുക, അതായിരിക്കും അവർ അവിടെ ചെയ്യുക. ആൾക്കാർ ഇതിനെ ഒരു ഗെയിമായി എടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഗെയിമിന് വേണ്ടി ആരും എന്തു ചെയ്യും. അവരുടെ ലക്ഷ്യം ആ കപ്പ് മാത്രമാണ്. അവൾ ടോപ്പ് 3 വരെ എത്തിയില്ലേ? ജാസ്മിൻ്റെ വിജയം തന്നെയാണ് അത്. നമുക്കാർക്കും മത്സരാർത്ഥികളെ വ്യക്തിപരമായി അറിയില്ല. ഗെയിമിൻ്റെ പേരിൽ മാത്രമാണല്ലോ എല്ലാവർക്കും അറിയുള്ളൂ. പ്രായത്തിൻ്റെ എടുത്തുചാട്ടം മാത്രമേ ജാസ്മിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളൂ. കുറച്ചു കഴിയുമ്പോൾ ആളുകൾ ഇതൊക്കെ മറക്കും. ജാസ്മിൻ ശരിക്കും മിടുക്കിയാണ് എന്നും അശ്വിനി പറഞ്ഞു. ജാസ്മിനുമായും റസ്മിനുമായും സിജോയുമായുമെല്ലാം എനിക്ക് നല്ല സൗഹൃദമുണ്ട്. ഈ ബന്ധമെല്ലാം ഞങ്ങൾ ജീവിതാവസാനം വരെ കൊണ്ടുപോകാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. എല്ലാവരെയും ഞങ്ങൾ വിളിക്കാറുമുണ്ട്. സിജോയുമായി അർജുൻ ഷോയിൽ നല്ല ആത്മബന്ധം ഉണ്ടായിരുന്നു. അവർ തമ്മിലുള്ള സൗഹൃദമൊന്നും പുറത്തു വന്നിട്ടില്ല. പല കാര്യങ്ങളും ബിഗ് ബോസ് പുറത്തുവിടാത്തതുണ്ട്. അർജുൻ ഇമോഷണലായ വ്യക്തിയാണ്. അധികം ആരുമായും അടുക്കില്ല. അടുത്താൽ തന്നെ അവരുമായി വലിയ ആത്മബന്ധം കാത്തു സൂക്ഷിക്കാറുമുണ്ട്, അശ്വിനി കൂട്ടിച്ചേർത്തു. ഷോയ്ക്ക് ശേഷം ശ്രീധുവിനെ താൻ ബന്ധപ്പെട്ടിരുന്നുവെന്നും അശ്വിനി വ്യക്തമാക്കി. ശ്രീധുവിൻ്റെ അമ്മയ്ക്കെതിരെ നടന്ന സൈബർ ആക്രമണങ്ങൾക്ക് ശേഷം അവരെയും വിളിച്ച് സംസാരിച്ചിരുന്നു. സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവർ ഓക്കെയായിരുന്നുവെന്നും അശ്വിനി പറഞ്ഞു.